വെൽക്കം ടു വിഹാൻസ് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മഷ്റൂം റോസ്റ്റാണ്. വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റിയതും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ളതാണിത്. ഇതിന് ഒരു കടായി വെച്ചു. അതിലേക്ക് നമ്മൾ മഷ്റൂമാണ് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടർ മഷ്റൂമാണ്. ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ടർമറിക് പൗഡർ ഇത്തിരി ആഡ് ചെയ്യുന്നു. പിന്നെ ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്ത് ഇത് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ സവോള കട്ട് ചെയ്തെടുത്തത്, അതോടൊപ്പം നമ്മുടെ വെളുത്തുള്ളി ഗാർലിക്ക് ഒരു 2 to 3 പൗണ്ട്സ് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി നമ്മുടെ എരിവിന് ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബീഫിലൊക്കെ ചേർക്കുന്ന പോലെ കൊത്തിയെടുത്ത നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. ഇനിയും നമ്മൾ നമ്മുടെ ഇത് ഒന്ന് കുക്കാകാനായിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റീം മാത്രം മതിയായിരിക്കും. അതിലിത് നമുക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. മഷ്റൂംസിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ പുറത്തോട്ട് വന്നു തുടങ്ങി. അപ്പം നമ്മുടെ മഷ്റൂം ഏകദേശം കുക്കായിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് നേരം നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റെല്ലാം തന്നെ പുറത്തോട്ട് വരുന്നതായിരിക്കും. അപ്പം ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി സ്പേസ് ഒന്ന് കണ്ടെത്തി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 അല്ലെ 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്നതിലേക്ക് നമ്മൾ കുരുമുളകും അതുപോലെ പെരിഞ്ചീരകവും പെപ്പറും അതുപോലെ നമ്മുടെ ഫെനൽ സീഡും കൂടെ ഏകദേശം 1/2 ടീസ്പൂൺ വീതം പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പെരിഞ്ചീരകവും കുരുമുളകും ചെറുതായിട്ട് ഇവിടെ മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ വരുന്ന കൊറിയാൻഡർ പൗഡറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയുടെ പൗഡർ 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം ഒന്നിച്ച് ഇത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഒരു 2 to 3 മിനിറ്റ്സ് അത്രയും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുത്തു. നല്ല ഓപ്പൺ കടായിൽ വേണം ഇത്. വലിയ കടായി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിഹാൻസ് റെസിപ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻ.